ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഭയങ്കര ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നാളെ ഞങ്ങൾ കസിൻസ് ഒരാളുടെ മാരേജാണ്. അപ്പം ഇന്ന് വൈകിട്ട് ഹൽദി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനതിന് പോകാൻ റെഡിയാകാൻ തുടങ്ങിയാണ്. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അതും ഇവിടെ ഉണ്ട്. അപ്പോൾ അവനെ ഒരുക്കിയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഹൽദി ഫംഗ്ഷന് ഞങ്ങൾ ഡാൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താകുമെന്നൊന്നും അറിയില്ല. അപ്പം എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പം പഠിക്കാനുള്ള സമയ സാഹചര്യമൊന്നും ഒത്ത് വന്നിട്ടില്ല. എന്നാലും ഞങ്ങളെക്കൊണ്ട് മാക്സിമം കഴിയുന്ന രീതിയിൽ ഞങ്ങളത് എങ്ങനെയും സെറ്റപ്പ് ആക്കിയെടുക്കും. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒത്തുകൂടുന്നത്. അതുകൊണ്ട് എന്നാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു ഹാപ്പിനെസ്സാണ് ഉള്ളത്. പിന്നെ ഒരു സങ്കടമായ കാര്യം എന്ന് പറഞ്ഞാൽ 2 ചേച്ചിമാർ ഇല്ല. അപ്പോൾ അവരെന്തായാലും കല്യാണത്തിലേക്ക് എത്തത്തുള്ളൂ. വൈകിട്ടത്തെ ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരിക്കില്ല. എന്നാലും പോട്ടെ, കല്യാണത്തിന് വരുമല്ലോ. അതൊരു ചെറിയ സങ്കടം, അത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കെന്തായാലും അതുകൊണ്ട് അത് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനെ റെഡിയാക്കിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോകാനായിട്ട് റെഡിയായേ. ഇത് നോക്കൂ, ഇന്നിട്ട മൈലാഞ്ചിയാണ്. കല്യാണത്തിന് വേണ്ടി ഇട്ടതല്ല, മൈലാഞ്ചി കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ. അതിന് തന്നെ ഇതിൽ പകുതി സാധനങ്ങളും ഒരു ലോഡ് വണ്ടികളാണ്. നോക്ക്, ഈ ഒരു സാധനം എന്തിനാണ് എടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ് ഹൽദി ഫംഗ്ഷനുള്ള എൻ്റെ ഡ്രസ്സ്. ഇത് ഞാൻ ഓൺലൈൻ എടുത്താണ്. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഒരുങ്ങിയത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കല്യാണപ്പെണ്ണിൻ്റെ വീടും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയി എല്ലാവരും റെഡി ആണെന്നൊക്കെ നോക്കി. അപ്പോൾ ചേച്ചിമാരെല്ലാം റെഡി ആയിരിക്കുകയാണ്. പിന്നെ ആദൂന് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ പിന്നെ അവരെ മതി. പിന്നെ ആൾ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡ് ദേവിക. അപ്പോൾ ഞങ്ങൾ അവളെ ഇരുത്തിയിട്ട് ഓരോരുത്തരും മാറി മാറി മധുരം കൊടുപ്പൊക്കെ ആയിരുന്നു. ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ടുവച്ച പാരിജാതമല്ലേ, താരകന്റെ കൂടെ കഴിഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്ന കൺകവർണ്ണ പുണ്യം കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകു
നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ 2-3 ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അവളുടെ 2 കസിൻസ് അവൾക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി. അപ്പോൾ നമുക്കതോട് പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീല്ലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. മിഴിനീരു പെയ്ത മാറിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊന്തിരി. ഗൈസ്, അപ്പം ഹൽദി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ മാരേജിന് കാണാം. ടൈം ഇപ്പോൾ 1:30 ഇനി കിടന്നിറങ്ങാൻ പോവാണ്. ഓക്കെ, ബൈ. അങ്ങനെ രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായി. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ സാരിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ചുരിദാർ ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എല്ലാവരും സാരി എന്നറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സാരിയിലോട്ട് മാറി. അപ്പോൾ ഞങ്ങളും അതും റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ അവിടുത്തെ പോയി ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം അവൾ ഇറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ നമുക്കിവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കയറി ഇരുന്ന് പാട്ടൊക്കെ ഇട്ട് അങ്ങെത്തി. വലിയ ദൂരമില്ലായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ താലി കെട്ടുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെയുള്ള ആൾ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കെട്ടുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർ സമ്മാനം കൊടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇറങ്ങാറായി. സത്യം പറഞ്ഞാൽ ദേവൂട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചെറുപ്പത്തിൽ ഞങ്ങൾ കസിൻസ് എല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന് ഒരു ബാഗും പാവയും എടുത്ത് കളിക്കാനാന്ന് പറഞ്ഞ്. അതിൻ്റെ ഇടയിലുണ്ടായ ചിരിയും കളിയും തമാശയും ഒക്കെ ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ അവിടെ ആരുമില്ല. ഇനി 2 പേരും കൂടി ഉള്ളു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടി എപ്പോഴും എല്ലാവരെയും ഒരുമിച്ച് കിട്ടാറേ ഇല്ല. അപ്പോൾ അതെല്ലാം ദേവൂട്ട പുതിയ വീട്ടിലും